ഹലോ. ബി വരാതിരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യേണ്ടത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഫലങ്ങളോ വളരെ വലുതും. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. അതായത് രമണ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. വരാതിരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം വീട്ടിൽ നിന്ന് തന്നെ. അതിന് വേണ്ടിയിട്ട് കുറേ ഫുഡുണ്ട്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. കുറയ്ക്കാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ചില അമ്മമാരുണ്ട് വളരെ അഭിമാനത്തോടു കൂടി പറയും, എൻ്റെ മക്കൾ പുറത്തുനിന്നുള്ള ഫുഡേ കഴിക്കുള്ളൂ, കടയിൽ നിന്ന് മേടിക്കുന്ന ഫുഡേ കഴിക്കുള്ളൂ, ഈ ബർഗർ, പിസ്സ, പിന്നെ ഈ KFC പോലുള്ള വറുത്തതും പൊരിച്ചതുമായ ചിക്കൻ ഐറ്റംസേ കഴിക്കുള്ളൂ എന്ന് പറയുന്ന അമ്മമാർ, അഭിമാനത്തോടെ പറയുന്ന അമ്മമാർ, ആ അമ്മമാർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം നമുക്ക് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്ന് നോക്കിയാലോ. ഈ വീഡിയോയിൽ വരാതിരിക്കാൻ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒഴിവാക്കണം എന്ന് നോക്കാം. അടുത്ത വീഡിയോയിൽ വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കാമെന്ന് നോക്കാം. വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡ് ഐറ്റംസ് ആണ് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് വരുന്ന ഫുഡ് ഐറ്റംസ്, സ്നാക്സുകൾ. ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നതെന്ന് വെച്ചാൽ ഈ ചിക്കൻ, KFC പോലുള്ള അങ്ങനെയുള്ള ഫ്രൈ ചെയ്തിട്ട് വരുന്ന ചിക്കൻ ഐറ്റംസ്. പിന്നെയോ പ്രോസസ്ഡ് ഫുഡ്, അതായത് പിസ്സ, ബർഗർ, അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്. പിന്നെ പാക്കറ്റ് ഫുഡ്. പിന്നെയോ അച്ചാറ്, ഉണക്കമീൻ, പപ്പടം, പിന്നെ മറ്റേ കോള, സ്പ്രൈറ്റ്, പിന്നെ ഷുഗർ ഒരുപാട് അടങ്ങിയ ജ്യൂസ് ഐറ്റംസ്. ഇതൊക്കെ ഒഴിവാക്കിയാൽ മാക്സിമം നമുക്ക് യിൽ നിന്ന് നമുക്ക് നമ്മളെ സംരക്ഷിക്കാൻ കഴിയും. പിന്നെയോ ഉപ്പ് നന്നായി കൺട്രോൾ ചെയ്യുക. ഭക്ഷണത്തിൽ ഉപ്പ് കൺട്രോൾ ചെയ്ത് കഴിക്കുക. എന്നെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണട്ടോ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും വരുന്നതായിരിക്കും. കാര്യം കൂടെ പറഞ്ഞോട്ടെ, സ്പ്രൈറ്റ്, കോള എന്ന് ഞാൻ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ക്യാനിൽ വരുന്ന ജ്യൂസ് ഐറ്റംസ് മാക്സിമം ഒഴിവാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.